ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. 2023 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു 15 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഫണ്ട് ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്ത കെയറേഴ്സിനൊക്കെ വേണ്ടിയിട്ട്, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഫണ്ട് രൂപീകരിച്ചിരുന്നു. അത് കൂടുതലായിട്ടും അവർ ഇങ്ങനെ വന്ന വർക്ക് ഫോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞ് ഒരുപാട് മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന പല റിക്രൂട്ട്മെൻറ്റുകളും ഇവിടെ വരുന്ന പല കെയറേഴ്സും ചതിക്കപ്പെട്ടിട്ടാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് നിരവധി ഇതുപോലെയുള്ള ഉഡായിപ്പ് കമ്പനികളുടെ ലൈസൻസൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് റിവോക്ക് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ നിരവധി ആളുകളാണ്, നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി രാജ്യക്കാർ ഇവിടെ കെയറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാവി തുലാസിലാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകളെ, ഇങ്ങനെ വന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് റീജിയണൽ ഹബ്സായിട്ട് ഓരോ ഏജൻസികളെ തിരഞ്ഞെടുക്കുകയും ഈ ഏജൻസികൾ വഴിയായിട്ട് എത്തിക്കൽ റിക്രൂട്ടേഴ്സിനെ കണ്ടെത്തുകയും അവർ വഴിയായിട്ട് പുതിയ വിസ സംഘടിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മുടെ ബാലകൃഷ്ണ ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന BBC-യിലെ ജേർണലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ലിങ്കുകളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വൈകിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരികയുണ്ടായി. ഞാൻ അദ്ദേഹം ഷെയർ ചെയ്ത ലിങ്കുകളെല്ലാം ഈ വീഡിയോയോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇവിടെ UK വന്നിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയും നിങ്ങളിപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയിൽ ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ദയവേത് ശ്രദ്ധിക്കുക. ഇങ്ങനെ കുറച്ച് എല്ലാ റീജിയനുകളിലും റീജിയണൽ ഹബ്സ് ഉണ്ട്. ഇത്തരം എത്തിക്കൽ റിക്രൂട്ടേഴ്സിൻ്റെ ആയിട്ട് കണക്ട് ചെയ്ത് തരാനായിട്ട്, നിങ്ങൾക്ക് പുതിയൊരു വിസ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു അവസരം ശരിയായിട്ട് വിനിയോഗിക്കുക. പരമാവധി ആൾക്കാർ, ഇതുപോലെയുള്ള വിസ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ലോക്കൽ കൗൺസിലുകളെ ബന്ധപ്പെട്ടിട്ട് ഡിസ്പ്ലേസ്ഡ് കെയറേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏത് ഹബ്ബാണ് ഉള്ളത്, നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ ഏത് ഏജൻസിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തുകയും അവരെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവർ വഴിയായിട്ട് പുതിയ വിസയ്ക്ക് ട്രൈ ചെയ്യുകയും ചെയ്യുക. തികച്ചും സൗജന്യമായിട്ടാണ് ഈ സേവനം നൽകപ്പെടുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും, അതായത് വിസ കിട്ടുന്ന ഓരോ വ്യക്തിക്കും എംപ്ലോയർ തിരഞ്ഞെടുക്കുന്ന എംപ്ലോയർ, അതായത് വിസ കൊടുക്കുന്ന സ്ഥാപനം ഏകദേശം 5000 പൗണ്ടോളം അവർക്ക് ക്ലെയിം ചെയ്യാം ഗവൺമെൻറ്റിൽ നിന്ന്. നമ്മുടെ മലയാളികളായിട്ടുള്ള കെയർ ഹോം ഓണേഴ്സും ഏതെങ്കിലും ഇതുപോലെ വിസ കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 5000 പൗണ്ടോളം നിങ്ങൾ ഓരോ ആൾക്ക് വിസ കൊടുക്കുമ്പോൾ 5000 പൗണ്ടോളം നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ 15 മില്യൺ പൗണ്ടിൻ്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ ഞാൻ ഈ കമൻറ്റിൽ ഇടുന്ന ലിങ്കുകൾ വഴിയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ അവസരം പരമാവധി വിനിയോഗിക്കുക. ഇത്തരം അവസരങ്ങൾ വളരെ അപൂർവമായിട്ടേ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ UK എത്തിയിരിക്കുന്ന ഇതുപോലെ ലൈസൻസ് നഷ്ടപ്പെട്ടിട്ട് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം വിനിയോഗിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.